ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓൺ ദ വേയിൽ അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ശങ്കരൻകോവിൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുവാണ്. സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല. ഇപ്പം ഞങ്ങൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ശിവപ്രസാദ് ഇളമ്പലിൽ നിന്ന്, ഇത് അമീർ ഫ്രം വെഞ്ഞാറമൂട്. ഞാൻ വണ്ടി പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് നമ്മുടെ അമീറിൻ്റെ ഡിയോ, ഇത് എൻ്റെ ബുള്ളറ്റ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മളിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. ഇത് എന്തോ ഒരു കൃഷിയാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം. നമ്മൾ ഈ കോവിൽപ്പട്ടി റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹമ്പുകൾ ഈ റോഡിലുണ്ട്. കംപ്ലീറ്റ് ഹംസ് ആണ്. ഞങ്ങൾ ഇപ്പം കോവിൽപ്പട്ടി കഴിഞ്ഞു. അപ്പം ഇവിടെ വരുന്ന വഴിക്ക് കുറച്ച് സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്ന എങ്കിൽ അത് അമീർ പിന്നെ അവൻ്റെ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. സൂര്യൻ്റെ ഡയറക്ഷനിലാണ് സൂര്യകാന്തി പൂക്കൾ നിൽക്കാറുള്ളത്. ചാറ്റൽ മഴ തുടങ്ങി. മിക്കവാറും രാമേശ്വരം എത്തുമ്പോഴത്തേക്ക് നല്ല മഴയായിരിക്കും. ഈ ഇടത് സൈഡിൽ കാണുന്നത് ഉപ്പളമാണ്, ഉപ്പുണ്ടാക്കുന്ന സ്ഥലമാണ്. കോവിൽപ്പട്ടി വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കണക്കത്തെ നയനമനോഹരമായ കാഴ്ചകൾ കാണാം. സമയം 4:45. ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല. ഞാൻ വെജ് മീൽസ് പറഞ്ഞു. ഇവർ രണ്ടുപേരും എന്ത് പറഞ്ഞത്? നിങ്ങൾ വെജ് ഫ്രൈഡ് റൈസോ അത് ബിരിയാണിയാണ്? ഇവർ രണ്ടുപേരും ഫ്രൈഡ് റൈസും. എനിക്ക് ഫുഡ് കിട്ടി. ഞാൻ കഴിച്ച് തീരാറുമായി. അമീറും ശിവനും ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് അവരരിയുന്നേ ഉള്ളൂ കേട്ടോ. ശിവന് വിശപ്പ് സഹിക്കുക വയ്യാതെ അവൻ എൻ്റെ മീൽസിൻ്റെ തൂക്ക് അവൻ മേടിച്ച് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഫ്രൈഡ് റൈസ് ഇതുവരെ എത്തിയിട്ടില്ല. അവരണ്ട് അരിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഫ്രൈഡ് റൈസിന് അരിയുന്നേ ഉള്ളൂ. രാമേശ്വരത്ത് വരുന്നത് വളരെ ഹോട്ടൽ വളരെ കുറവാണ്. കാണുന്ന ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇവരെ രണ്ടുപേരെ ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ പാമ്പം പാലത്ത് എത്തിയിരിക്കുകയാണ്. പാമ്പം പാലത്തിൻ്റെ നീളം ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ഉണ്ട്.
നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടി. ഇൻജസ്റ്റഡ് റൂമാണ്, 2200 രൂപ ഈ ഒരു റൂമിന്. ശനി ഞായറും വന്നു കഴിഞ്ഞാൽ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ നമ്മൾ 350 കിലോമീറ്റർ ഓടിയിട്ടാണ് രാമേശ്വരത്ത് എത്തിയത്. അപ്പം ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം കിടന്നപ്പോഴേ ഉറങ്ങി. ഇപ്പോൾ രാവിലെ ഞങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ 7 മണിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ധനുഷ്കോടിയിലേക്ക്. ഇപ്പം വെയിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ധനുഷ്കോടിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ നല്ല വെയിലുണ്ടായിരിക്കണം. ഞാൻ വെഞ്ഞാറോട്. എവിടാ? ഈ കാണുന്ന പള്ളി 1964 സൈക്ലോണിൽ നശിച്ചു പോയതാണ്. ഇത് കണക്കത്തെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഈ സൈക്ലോണിൽ നശിച്ചു പോയ ബിൽഡിങ്ങുകൾ, റെയിൽവേ ട്രാക്ക്. ഇവിടെ പലതരത്തിലുള്ള ശംഖുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ശ്രീലങ്ക പോകാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയിലെത്താം. ഈ കാണുന്ന കടൽ ബേ ഓഫ് ബംഗാളാണ്. ഈ കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി അഗ്രസീവാണ്, തിരമാലകളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഇന്ത്യൻ ഓഷൻ. അത് വളരെ സൈലൻ്റ് ആണ്, വലിയ തിരമാലകളൊന്നുമില്ല. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് GPS ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ കടലിൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. ഇതാണ് വിളമീൻ. ഇത് മുമ്പ് ഉസ്താർ ഹോട്ടലിൻ്റെ വലുത് കഴിച്ചിട്ടുണ്ട്, നന്നായിരുന്നു. വളരെ. അപ്പം മറ്റേ നമ്മൾ പറഞ്ഞ വലുതോ? വലുതിൻ്റെ പേര് നമ്മൾ ഓർഡർ ചെയ്ത വലിയ മീനും എത്തി. എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട ചെറിയ മീനാണ്. ഇതാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വീട്. ഇവിടെയാണ് നമ്മുടെ റോക്കറ്റ് മാൻ APJ അബ്ദുൽ കലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം.
സെൽവിയൊക്കെ നമുക്ക് സർബത്ത് അടിക്കുക. അപ്പോൾ അബ്ദുൽ കലാം മെമ്മോറിയൽ വരുന്നവർക്ക് സെൽവി ചേച്ചിയുടെ നല്ല സൂപ്പർ സർബത്ത്. അപ്പോൾ നമ്മുടെ ധനുഷ്കോടി യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അത് അടുത്ത വീഡിയോ. അപ്പം എല്ലാവരും യാത്രക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക.